ഹലോ ഗൈസ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. നമുക്ക് ഇന്ന് നോക്കുന്ന റൈക്കാർഡിൻ്റെ ഒരു കാർഡാണ്. ഡിസ്ട്രോയർ ആണ്. ഞാനിവിടെ ഒരു സെൻറ്റർ ബാക്ക് ഒക്കെയാണ് ആളെ നിലവിൽ ട്രെയിൻ ചെയ്തേക്കണത്. അത്യാവശ്യം ലോ പാസും ലോഫ്റ്റഡ് പാസ്സൊക്കെ കളഞ്ഞിട്ട് അത് ഡിഫൻസിലേക്ക് കൊടുത്താൽ മതി. 16 കൊടുത്തു കഴിഞ്ഞാൽ ഡിഫൻസീവ് അവേർനെസ് 100 വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയൊരു കിഡിലൻ ഡിസ്ട്രോയർ കാർഡാണ്. ആരും പെട്ടെന്ന് അങ്ങനെ കടത്തിവിടൂല. ഇവിടെ നോക്കിയാൽ കാണാം, അത്യാവശ്യം ഡിഫൻസീവ് സ്റ്റാറ്റസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. ഒരു ടോപ്പ് പ്ലെയർ തന്നെയാണ് ആളെ എന്തായാലും യൂസ് ചെയ്ത് നോക്കാം. ഫ്രീ കാർഡിൽ നിന്ന് എടുക്കാൻ പറ്റിയൊരു കിടിലൻ കാർഡാണ്. നിങ്ങൾക്ക് ഒരു സെന്റർ ബാക്കോ അല്ലെങ്കിൽ മിഡ്ഫീൽഡറോ ഇല്ലെങ്കിൽ എടുക്കാം. ആളുടെ ബ്ലോക്ക് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. പ്ലെയർ മാർക്ക് ചെയ്ത് അവിടെ ഇപ്പം ഉണ്ടാവും. പെട്ടെന്ന് തന്നെ ആള് അത് ബ്ലോക്ക് ചെയ്ത് കളി ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യും. പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല. പ്രസ് ചെയ്താൽ അയാൾ ബീറ്റ് ചെയ്ത് പന്ത് ഫ്രണ്ടിലോട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ലോങ് ബോളൊക്കെ കൊടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഒരു വിങ്ങിലോട്ട് ട്രിഗർ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് ആളെ വെച്ചിട്ട്. അത്യാവശ്യം ഹെഡിങ് എബിലിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് ക്രോസ് ഇട്ടാലും ആള് പെട്ടെന്ന് അത് ആ ജമ്പിലുണ്ട് ആളുടെ ഒരു പവർ. ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആക്കിയിട്ട് ഇതുപോലത്തെ പാസുകളൊക്കെ കൊടുക്കാം. അപ്പൊ നമ്മൾ പ്രോഗ്രഷൻ മാറ്റേണ്ടി വരും. കാരണം അങ്ങനെ ഡിഫൻസീവിലെ പ്രോഗ്രഷൻ മൊത്തം മാറ്റിയിട്ട് അറ്റാക്കിലേക്ക് ഇട്ടാൽ മതി. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആള് യൂട്ടിലൈസ് ചെയ്ത് കളിക്കാൻ പറ്റും. Mallorca clearly have been instructed to kill this off. Offense is the best form of defense. Costa. ബാക്കി എന്തായാലും ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണ് ആളെ ട്രെയിൻ ചെയ്യേണ്ടതെന്ന് ഇത് കണ്ടാലും ഒരു ഐഡിയ കിട്ടും. ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ പന്തുള്ളിലോട്ട് കൊടുക്കാനൊക്കെ പറ്റും. എപ്പോഴും ഡബിൾ DMF പ്യൂട്ടായിട്ടിട്ട് കളിക്കുക. അപ്പോൾ ആളെ കുറച്ചും കൂടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒറ്റ DMF ആയിട്ടിട്ട് കളിച്ചാൽ നേരത്തെ കണ്ട പോലെ ആൾ അവിടെ തന്നെ. ഇതുപോലത്തെ ലോഫ്റ്റഡ് പാസ് ഒക്കെ ആളുടെ നല്ലോണം വരും. നല്ല ഷോട്ട് എടുക്കും ആള്. But he's left disappointed. Rijkaard could easily have kept that down. He shouldn't have brought the crossbar into play. Players out there will be massive, and there's going to be a big responsibility on both captains to keep the play. First quarter of an hour gone. Gets a good foot in there. ഡബിൾ പിവോട്ടിലിട്ട് ഈ മൂവ്മെന്റ് നോക്കിയാൽ അറിയാതെ അത് അത്യാവശ്യം കിടിലിനായിട്ട് കയറി പോവുകയും ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ഡബിൾ ടച്ച് ഇട്ട് ഓടിക്കാനുള്ള അത്യാവശ്യം നല്ല പാസും കൊടുക്കും. ആൾ കയറി വന്നു. ഡബിൾ പിവോട്ടിലിട്ട് ഇങ്ങനത്തെ ഒരുപാട് ഗുണങ്ങൾ കിട്ടും. ആരെയും പുള്ളി കടത്തി വിടുകയുമില്ല. DMF ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒറ്റ DMF ആണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് സെൻട്രൽ മിഡ്ഫീൽഡിൽ നിന്ന് തന്നെ ക്രോസ് ഇട്ട് പെട്ടെന്ന് ആളെ ബീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലത്തെ പാസുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം എന്തായാലും മസ്റ്റ് ഷൈനിങ് ആയിട്ടുള്ളൊരു കാർഡ് തന്നെയാണ്. എല്ലാവരും സ്ട്രൈക്കറിൻ്റെ പുറകെ പോകാണ്ട് ഇതുപോലുള്ള മിഡ്ഫീൽഡിനൊക്കെ എന്തായാലും യൂസ് ചെയ്ത് നോക്കാനുള്ള. അപ്പോൾ ആളൊരു സെൻറ്റർ ബാക്ക് ആക്കി യൂസ് ചെയ്തപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം നിങ്ങൾക്കും അതൊക്കെ തന്നെ ആയിരിക്കും. ആളെ കൂടുതൽ എബിലിറ്റി എടുക്കണപ്പോഴാണെന്ന് എനിക്ക് തോന്നിയത്. കാരണം ആളുടെ ഡിഫൻസീവ് പാർട്ടൊക്കെ സൂപ്പറാണെന്ന് എനിക്ക് പറയാം. Can he get it? Takes a shot! Well into the second half, and still there's nothing between them. Crunching tackle. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു സെൻറ്റർ ബാക്കിന് വേണമെങ്കിൽ എന്തായാലും എടുക്കാം. ഡിഫൻസീവ് മിഡ്ഫീൽഡർ വേണമെങ്കിൽ എന്തായാലും പക്കയായിട്ട് യൂസ് ചെയ്ത് കളിപ്പിക്കാൻ പറ്റിയൊരു കിടിലൻ കാർഡ് തന്നെയാണ് എന്തായാലും. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് യൂസ് ചെയ്തൊക്കെ നോക്കാം.